യോഹന്നാൻ 17:17 എടുക്കും. John 17:17. വചനം എന്താവുന്നു? സത്യമാവുന്നു. ഉറപ്പാണോ? വചനമൊക്കെ നമ്മൾ കേൾക്കുന്നതും നമ്മൾ ബൈബിളിൽ വായിക്കുന്നതും നമ്മൾ എവിടെയെല്ലാം ചെല്ലുമ്പോൾ പ്രസംഗം കേൾക്കുന്നതൊക്കെ വചനമാണ്. ആ വചനം എന്താണ്? അത് സത്യമാവുന്നു. വചനം സത്യമാവുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞെന്താണ്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. വചനത്തിൻ്റെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ആ അവരാരാണ്? ഇന്ന് നമ്മൾ 9 പേരുടെ അടുത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. സത്യത്താൽ, ആ സത്യവചനം കൊണ്ട് അതിന് നമ്മളെ 9 പേരെയും സാങ്ക്ടിഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ ആത്മാവിനെ കൊണ്ട് അതിനെ ശുദ്ധീകരിക്കണമേ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ ആത്മാവിനെ കൊണ്ട് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ അതെല്ലാം നടക്കും. അത് പൂർണ്ണമായിട്ട് ഇന്ന് നടക്കണം എന്ന ചിന്തയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാവും. അത് നമ്മൾ ആ സാങ്ക്ടിഫിക്കേഷൻ നടക്കണം എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് വചനവും, വചനം തന്നെയാണ് ദൈവവും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇന്ന് അങ്ങനെ അവരുടെ അടുത്ത് ആ വചനത്താൽ ശുദ്ധീകരിക്കണമേ, ആ വചനം സത്യമാകുന്നു. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് എന്നും സംസാരിച്ചാലും ശരി തന്നെ വചനം സത്യം തന്നെയാണ്. ആ 18ാമത്തെ വാക്യം, പിതാവായ ദൈവം കർത്താവിനെ ലോകത്തെ അയച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നതെല്ലാം. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഭൂമിയിലോട്ട് അയച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് ആസ് യു ഹാവ് സെൻഡ് മീ ഇൻ ടു ദ വേൾഡ്, നീ എന്നെ അയച്ചതുപോലെ. എന്നിട്ട് പറയുന്നത് ഐ ഹാവ് സെൻഡ് ദം ഇൻ ടു ദ വേൾഡ്. അതേപോലെ തന്നെ ഈ ജനത്തിനെ ഞാൻ ഈ ഭൂമിയിലോട്ട് വിടുന്നു, ഈ ലോകത്തോട്ട് വിടുന്നു. പക്ഷെ ഒരു ഇതുണ്ട്, അത് രണ്ടും മനസ്സിലാക്കിക്കൊള്ളണം. പിതാവായ ദൈവം യേശുവിനെ ഭൂമിയിൽ അയച്ചതുപോലെ ഞാൻ ഈ ജനത്തിനെ പിതാവായ ദൈവം കർത്താവിനെ ഏൽപ്പിച്ചപ്പോൾ കർത്താവ് ഇപ്പോൾ പറയണം ഞാൻ അവരെ ഈ ഭൂമിയിലോട്ട് അയക്കുന്നു. പക്ഷേ രണ്ടിൻ്റെ കാര്യം ഒന്ന് ഡീപ്പായിട്ടൊന്ന് ശ്രദ്ധിച്ചോളണം. പിതാവ് പുത്രനെ അയച്ചപ്പോൾ അതിൽ ചില കടമകളും കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ചെയ്തത്. എന്ന് വെച്ചാൽ പാപികളായ നമ്മളെ അവസാനത്തുള്ളി രക്തം വരെ തന്നിട്ടാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? നീ പിതാവായ ദൈവം എന്നെ എങ്ങനെ അയച്ചത് അതേപോലെ തന്നെ ഞാൻ ഇവരെയും ഈ ഭൂമിയിലോട്ട് അയക്കുന്നു. അപ്പം നമ്മൾ അവസാനത്തുള്ളി രക്തം കൊടുക്കുമോ? കർത്താവ് ചെയ്തപ്പോഴുള്ള അത്ഭുതവും അടയാളങ്ങളൊക്കെ നമ്മൾ ചെയ്തോ? കർത്താവ് പ്രാപിച്ച ആ ആത്മാവിനെ പോലെയുള്ള ആത്മാവ് നമുക്കും തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് എന്തുകൊണ്ട് നമ്മൾ ആ വചനം പ്രകാരം നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തത്? പക്ഷെ ഇവിടെ കർത്താവ് സത്യം ചെയ്യുന്നത് എന്താണ്? പിതാവായ ദൈവം എന്നെ എങ്ങനെ അയച്ചോ അതേപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി തന്ന ഈ ജനത്തിന് ഞാൻ ഈ ഭൂമിയിലോട്ട് ഈ ലോകത്തോട്ട് ജനയിക്കുന്നുവെന്ന്. അപ്പോൾ കർത്താവ് ഇത്രയും സത്യമായിട്ട് പറയണമെങ്കിൽ ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്. പക്ഷെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1-2 പേർക്ക് വേണ്ടിയല്ലേ, എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. അതിൽ ഞാനുണ്ടോ? ആ പറയേണ്ട അർത്ഥം മനസ്സിലാകുന്നുണ്ട്. കർത്താവിനെ എങ്ങനെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ അയച്ചത്, ഏത് അവസ്ഥയിലാണ് കർത്താവ് ഇരുന്നത്, അതേ ഇതിൽ തന്നെ കർത്താവ് അങ്ങോട്ടും മറുപടി പറയാണ്. പിതാവായ ദൈവം ഈ ഭൂമിയിലുള്ള ജനത്തിനെ കർത്താവിനെ ഏൽപ്പിച്ചു. ആ ജനത്തിൻ്റെ മോൾഡ് എടുത്തതിന് ശേഷം അവരെ ഈ ഭൂമിയിലോട്ട് വിടുന്നു. അപ്പോൾ ഭൂമിയിലോട്ട് വിടണം എന്ന് പറയുമ്പോൾ കർത്താവിനെ പോലെ ആയിരിക്കണം. അപ്പം നമ്മളെല്ലാം കയ്യും കാലും ഒക്കെ കാണിച്ചു അതേപോലെ ആണെന്ന്. ആണോ? ഹല്ലേലൂയ. I have sent them into the world. 19ാമത്തെ വാക്യം,
ഫോർ ദം ഐ സാങ്ക്ടിഫൈ മൈസെൽഫ്, അവർക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നു. അവർക്ക് വേണ്ടി. അവരാരാണ്? നമ്മൾ തുടക്കം പറഞ്ഞതുകൊണ്ട് നമ്മൾ 9 പേരുടെ അടുത്താണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പുത്രനായ യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവർക്ക് റെഡിയാവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സാങ്ക്ടിഫൈ ചെയ്യുന്നു. ദാറ്റ് ദേ ടു മേ. കാരണം എന്തിനെന്നറിയാം? ഞാൻ സാങ്ക്ടിഫൈ ആയാൽ, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ അവരും വിശുദ്ധീകരിക്കപ്പെടും. ആ മലയാളം പറയുന്നത് അങ്ങനെ, ദാറ്റ് ദേ ടു മേ ബി ട്രൂലി സാങ്ക്ടിഫൈഡ്, സത്യമായിട്ട് അവരും വിശുദ്ധീകരിക്കപ്പെടുമെന്നാണ്. നമ്മൾ ആ ലിസ്റ്റിൽ പെട്ടാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കൊതി വരുന്നില്ലേ? പിതാവായ ദൈവം പുത്രൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങൾ ആ പുത്രൻ ഇപ്പോൾ പിതാവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മളെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യാൻ വേണ്ടി പുത്രനായ ദൈവം സാങ്ക്ടിഫൈ ചെയ്യുന്നു. ഞാൻ ചെയ്താൽ അവർക്ക് വേണ്ടി, സത്യമായിട്ട് പറയാണ്, അവരും സാങ്ക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അതിൻ്റെ രുചി അറിഞ്ഞൂടാ. ആ ആത്മാവിൻ്റെ സാൻറ്റിഫിക്കേഷൻ നമുക്ക് വന്നു തരുന്നാലുണ്ടല്ലോ, നമ്മൾ ഈ ലോകത്തിലിരിക്കുന്ന നേരത്ത് ഈ ലോകത്തിന് നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ അതിനേക്കാളും എത്രയോ 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 മടങ്ങാണ് ആ സാൻറ്റിഫിക്കേഷൻ്റെ പവർ. ജോലിയുടെ ഇതായാലും പഠിക്കുന്ന കാര്യത്തിലായാലും കുടുംബകാര്യമായാലും ശരി തന്നെ, നമ്മളൊരു രാജ്യത്തിൽ നിൽക്കുന്ന കാര്യമാണെങ്കിലും ശരി തന്നെ, എല്ലാം നമ്മുടെ മനുഷ്യ ചിന്തയിനേക്കാളും അധികമാണ് അതെന്ന് നമ്മൾ അറിയാത്തതെന്ത്. അതിന് കർത്താവ് പറയുന്നത് ഞാൻ സാങ്ക്ടിഫൈ ചെയ്യുന്നു. എന്തിന്? എന്നെക്കാളും ഇവർ സാങ്ക്ടിഫൈ ചെയ്യാൻ വേണ്ടി, സത്യമായിട്ട് ഇവരും സാങ്ക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഇത്രയും കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി 20ാമത്തെ വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിക്കുന്നവർക്കും ഞാൻ അപേക്ഷിക്കുന്നു. ഒന്നുകൂടെ നിർത്തി വായിച്ച. ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് വെച്ചാൽ നമ്മൾ 9 പേർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഇവരുടെ വചനത്താൽ മൈ പ്രേയർ ഇസ് നോട്ട് ഫോർ ദം എലോൺ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഐ പ്രേ ഓൾസോ ഫോർ ദോസ് ഹു വിൽ ബിലീവ് ഇൻ മീ ത്രൂ ദെയർ മെസ്സേജ്. എന്ന് വച്ചാൽ അവിടെ പറഞ്ഞത് എന്താണ്? ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. മൈ പ്രേ ഇസ് നോട്ട് ഫോർ ദം എലോൺ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഐ പ്രേ ഫോർ ദോസ് ഹു ബിലീവ് ഇൻ ഹിം. ആരെല്ലാം നമ്മുടെ അടുത്ത് വിശ്വാസത്തിൽ കടന്നു വരുന്നവർ, അവരുടെ അടുത്ത് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്, നമ്മൾ വചനത്തിൽ നിന്നും സംസാരിക്കുന്നത്, അത് അവർ വിശ്വസിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ പറയുന്ന വചനമോ നമ്മൾ പറയുന്ന സാക്ഷ്യമോ അത് കേൾക്കുന്നവർ, നമ്മുടെ അടുത്ത് വന്നവർ കേട്ട് തീരുമ്പോൾ അതിൽ പറയുന്നതാണ് അവരങ്ങനെ വിശ്വസിപ്പിക്കാനും ആ വചനം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഐ പ്രേ ഇറ്റ്സ് നോട്ട് ഫോർ ദം അലോൺ ബട്ട് പ്രേ ഓൾസോ ഫോർ ദോസ് ഹു വിൽ ബിലീവ് ഇൻ മീ ത്രൂ ദിയർ മെസ്സേജ്. അപ്പോൾ നമ്മുടെ മെസ്സേജ് കണ്ട് നമ്മുടെ അടുത്ത് വരുന്നവർ വിശ്വസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ അല്ല വിശ്വസിക്കുന്നത്, കർത്താവിനെ അത്ര വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ സംസാരിക്കുന്ന വചനമാണ്, വചനം സത്യമാണെന്ന് നമ്മൾ ആദ്യം വായിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും, നമ്മൾ പണ്ട് അവിടെ ഇരുന്നപ്പോൾ മറ്റേ തോമസ് പാസ്റ്ററിൻ്റെ മകളും മരുമകനും കൂടെ വന്നിരുന്നത് നമ്മളെ സംസാരിക്കാൻ സമ്മതിച്ചില്ല. അവരവരുടെ കാര്യം നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന് പറയാനുള്ള എല്ലാം പറഞ്ഞു. 2-3 മണിക്കൂറായപ്പോൾ അവർ പോകേണ്ട സമയമായി, അവർ പോയി. നമ്മുടെ വല്ലതും പറയാൻ പറ്റുക? അവർക്ക് ഉള്ള ആ ചെറിയ അനുഭവങ്ങളിൽ നമ്മൾ ആ അനുഭവങ്ങളും കാര്യങ്ങളും കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ദൈവം ചെയ്തു എന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആ കിട്ടിയൊരു ഒത്തിരി ഇതിൽ അവരെത്ര തീക്ഷ്ണതയോടുകൂടി നമ്മുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു അവർ പോയി. ഞങ്ങളും ഇതേ കണക്ക് പറഞ്ഞു പോകാൻ വേണ്ടി ഒരിക്കൽ ചവറയിൽ പോയി. എങ്ങനെ തുടങ്ങിയാലും തടസ്സമാണ്.
അവിടെ എത്ര ഒരു ദിവസമോ ഒരു രാത്രി 2 രാത്രി എന്താ തങ്ങി, ഒരു രാത്രി തങ്ങി. പിറ്റേന്ന് വരെ രാവിലെ വരുന്നതിന് മുമ്പേയും പറയാമെന്ന് വിചാരിച്ച് നോക്കിയിട്ടും ഉടനെ മറ്റേ പരീക്ഷൻ വന്ന് അവിടെ ഇരുന്നു. ഞങ്ങൾ ഉടനെ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ കയറാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഞാൻ തൂത്ത് കളഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ അടുത്ത് വരുന്നവരുടെ അടുത്ത് നമ്മൾ വചനം സംസാരിക്കുകയോ സാക്ഷ്യം പറയുകയോ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർ എന്നെ പറ്റിയാണ് പറയുന്നതെന്ന് പുത്രനായ യേശു പറയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കർത്താവിനെ പറ്റിയാണ് പറയുന്നതെന്ന്, അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആരും നമ്മുടെ വീട്ടിൽ വന്നില്ലല്ലോ. ഫോണിൽ കൂടെ വന്നാലും അല്ലാതെ വഴി വെച്ച് കണ്ട് സംസാരിച്ചാലും വീട്ടിൽ വന്നാലും എവിടെ വെച്ച് കണ്ടാലും ഒരവസരം കിട്ടുമ്പോൾ അത് അവർ പറയുന്ന സെൻറ്റൻസിൽ നിന്ന് തന്നെ അത് മുന്തിരി പറിച്ചെടുത്ത കണക്ക് അതിന്ന് പറിച്ചെടുത്ത് അതിന്ന് തന്നെ സുവിശേഷം കൊണ്ട് പറയാം. അല്ലാതെ അവർ ആത്മീയകാര്യം ചോദ്യമൊന്നും ചോദിച്ചില്ലല്ലോ, എങ്ങനെ ഞാൻ പറയും? അവർ എന്ത് പറഞ്ഞാലും അതിൽ കൂടെ തന്നെ നമുക്ക് അതിൽ സുവിശേഷം പറയാം, അല്ലെങ്കിൽ സാക്ഷ്യം പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ 21ാമത്തെ വാക്യം, ദാറ്റ് ഓൾ ഓഫ് ദം മേ ബി വൺ, അവരെല്ലാം ഒന്നാവാൻ വേണ്ടി. ഫാദർ, ജസ്റ്റ് ആസ് യു ആർ ഇൻ മീ ഐ എം ഇൻ യു. പിതാവായ ദൈവമേ, നീ എന്നിൽ എങ്ങനെ ഉള്ളതുപോലെ ഞാൻ എങ്ങനെ നിന്നിൽ ഉള്ളതുപോലെ, മേ ദേ ഓൾസോ ബി ഇൻ അസ്, അവരും അതുപോലെ നമ്മുടെ കൂടെ ആവട്ടെ. മേ ദേ ഓൾസോ ബി ഇൻ അസ് സോ ദാറ്റ് ദ വേൾഡ് മേ ബിലീവ് ദാറ്റ് യു ഹാവ് സെൻഡ് മീ. അപ്പം അവരും പുത്രനായ ദൈവം പറഞ്ഞെന്തോആണ് പിതാവിൻ്റെ അടുത്ത്? ദൈവമേ, നീ എന്നിലുണ്ട്. പുത്രനായ ദൈവം പറയുന്നത് ഞാൻ നിന്നിലുമുണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ് റെഡിയാക്കി വയ്ക്കുന്ന ഈ ശിഷ്യന്മാരെല്ലാം എന്നിലാവണം, നമ്മളിലാവണം. എന്നിലല്ല, നമ്മളിലാവണം. ആ നമ്മളായിത്തീരുമ്പോൾ പറയുന്നത് എന്താണ്? മേ ദേ ഓൾസോ ബി ഇൻ അസ് സോ ദാറ്റ് ദ വേൾഡ് മേ ബിലീവ് ദാറ്റ് യു ഹാവ് സെൻഡ് മീ. അങ്ങനെ ഈ ലോകം വിശ്വസിക്കണം പിതാവായ ദൈവമാണ് എന്നെ ഇവിടെ വിട്ടതെന്ന്. കാരണം നമ്മൾ പുത്രനായ ദൈവം പിതാവിലും ദൈവം പുത്രനിലും ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ 2 പേരിലും കൂടെയാണ്. പുത്രനും ദൈവം മാത്രമേ ഉള്ളൂ. നമ്മളോ പുത്രനായ ദൈവത്തിൻ്റെ അടുത്തും പിതാവായ ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഒന്നിച്ചായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകം മനസ്സിലാവും പുത്രനായ ദൈവം പിതാവിൽ നിന്നാണ് പറഞ്ഞിങ്ങോട്ട് വിട്ടതെന്ന്. അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്, അത് ലോകം അറിയാൻ വേണ്ടിയാണ്. ഞാൻ ഇന്ന് ഗാനയെന്നൊരു ബിഷപ്പ്, ഞാൻ ഏറ്റവും കൂടുതൽ പോയത് ആ ബിഷപ്പിൻ്റെ പ്രോഗ്രാമത്തിനാണ്. അവർക്ക് ഒരുപാട് ചർച്ചുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോകും. ചിലപ്പോൾ 2-3 ആഴ്ചയൊക്കെ അവിടെ നിന്നിട്ട് പലയിടത്ത്. അപ്പോൾ ഇന്നിപ്പോൾ ലൈനിൽ വന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വിസയുടെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ പൈസയില്ല, ഒന്നുമില്ല. അതിനുശേഷം പിന്നെ ഞാൻ ഒരു പിണങ്ങിയ രീതിയിലാണ് വന്നത്. അപ്പോൾ ഇടയ്ക്ക് ക്രിസ്മസ് വന്നപ്പോൾ ഒരു വിഷയം കാര്യങ്ങൾ വരും. ഇന്നും വന്ന് കുടുംബം എങ്ങനെ ഇരിക്കുന്ന, സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് സമയമായി ഒന്നുകൂടെ എന്നെ അവിടെ വരാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഞാൻ ഒരിടത്തും വരുന്നില്ല, പ്രോഗ്രാമെല്ലാം ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതുവരെ ജനത്തിന് ലോകത്തുള്ള സഭകളിലൊന്നും ഈ കൊറോണ വന്നതിൻ്റെ കാരണം എന്താണെന്ന് തിരക്കുന്ന പോലുമില്ല. അവർ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്തിട്ട് ശുശ്രൂഷ എങ്ങനെ നടത്തണം, പൈസ എങ്ങനെ ഉണ്ടാക്കണം, ഇതിൻ്റെ വെപ്രാളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞില്ല ഞാൻ വരണം, കാരണം എൻ്റെ ശുശ്രൂഷയ്ക്ക് അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അതിൻ്റെ സമയമായില്ല. അടുത്ത സെൻറ്റൻസ് പറയാന്, അവിടെ ഇപ്പോൾ മിക്ക ചർച്ചുകളും സ്ത്രീകളാണ് സഭയുടെ ഹെഡായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എതിരായിട്ട് ഈ ബിഷപ്പിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ചില ചർച്ചകളൊക്കെ അവിടെ സംസാരിച്ചിട്ടുണ്ട്. അതറിയാവുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്.
ഞാൻ പറഞ്ഞ് അപ്പോൾ ഗാന അത്ര ചീത്തയായിക്കൊണ്ട് പോകുകയാണ്, സ്ത്രീകളാണ് മിക്കവാറും സഭയുടെ മെയിൻ പാസ്റ്ററായിട്ടൊക്കെ അവിടെ നിൽക്കുന്നതെന്ന്. ഒന്ന് ഞാൻ മറുപടി കൊടുത്തത്, ഗാന മാത്രമല്ല ആഫ്രിക്ക മൊത്തം ഒന്നടങ്കം ഫസ്റ്റാണ് ആ ഒരു കാര്യത്തിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് UK-ലും US-ലും കാനഡയിലും മിക്ക സഭകളും പെണ്ണുങ്ങളാണ് പാസ്റ്റർ. എന്നിട്ട് ആണുങ്ങൾ പിന്നാലെ നടക്കുന്നുണ്ട് അവർക്ക് ബിഷപ്പാക്കാൻ വേണ്ടി ഓർഡിനേഷൻ കൊടുക്കാൻ. എന്തിന് ആണുങ്ങൾ കൂടെ നടക്കുന്നത്? അവർക്ക് പണം കിട്ടും. ഓർഡിനേഷനും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ് കിട്ടും, ചാപ്പാട് കിട്ടും, ഹോട്ടൽ അക്കോമഡേഷൻ കിട്ടും, പ്ലസ് നല്ലൊരു തുകയും കിട്ടും. ഞാൻ പറഞ്ഞ് ഇതാണ് ആണുങ്ങളെന്ന് പറയുന്ന പാസ്റ്റർമാർക്ക് പണത്തിന് വേണ്ടി അവർ പിന്നാലെ പോകണം. എന്നിട്ടും ഈ ജനം അറിയുന്നില്ല ഈ കൊറോണ എന്തിനാണ് വന്നതെന്ന്. അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണോ? ഒരിടയ്ക്ക് ചൈനക്കാരുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷേ ചൈനക്കാരെല്ലാം ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു അത് വേറെ ഒരു വൈറസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ UK-യിൽ ഒരു പുതിയ വൈറസ് വന്നു, അത് ചൈനയിൽ നിന്നല്ല UK-യിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ഇന്ന് കംപ്ലീറ്റ് അതിൻ്റെ ചാറ്റായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് പുള്ളിക്ക് ഞാൻ അവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ ഇതുവരെ ശുശ്രൂഷിച്ചപ്പോൾ അവിടെ എന്തെങ്കിലും ടെസ്റ്റ് മോണി നിങ്ങൾക്ക് കിട്ടിയോ? പറഞ്ഞ് ആരുടെ മേലെല്ലാം കൈ വച്ചിട്ടുണ്ടോ അവരെല്ലാം അഭിഷേകം പ്രാപിച്ചവരുണ്ട്, അവർക്കെല്ലാം വിടുതലും നടന്നിട്ടുണ്ട്. അത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അവർ വീണ്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം മിക്ക സഭക്കാരും ഞാൻ എവിടെ പോയി, ഞാനിപ്പോൾ വരാത്തത് എന്ത്, എപ്പോഴും വരും എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈനിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ടൈം ആയില്ല, അത് വരുമ്പോൾ ഞാൻ അപ്പോഴും നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് ക്ലോസ് ചെയ്ത്. അത് തീർന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പിതാവായ ദൈവം പുത്രനെ വിട്ടപ്പോൾ ഒരു ദൗത്യം കൊടുത്ത് ഏൽപ്പിച്ചിട്ടാണ് വിട്ടത്. ആ പുത്രൻ ആ ദൗത്യം ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പറയാണ്, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിപ്പോൾ ഈ ജനത്തിൻ്റെ അടുത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വചനത്താൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്കും അത് മനസ്സിലായി, അവരിപ്പോൾ എന്നിൽ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഉറപ്പായിട്ട് പറഞ്ഞു തീരുമ്പോൾ പുത്രൻ പറയുന്ന കണക്ക് നമ്മുടെ അടുത്ത് കിട്ടിയാൽ അത് വേണം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബിഷപ്പ് പറയാണ്, എൻ്റെ ശുശ്രൂഷ എന്താണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നിർത്തരുത്. കാരണം അത് ബാക്കിയുള്ളവർ സംസാരിക്കുന്നതല്ല. ബാക്കി ഇവിടെ ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടും എൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ചാറ്റിൽ കിടക്കുന്ന ആ ടെക്സ്റ്റൊക്കെ അവരെല്ലാം വന്ന് ചില ടെക്സ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് വന്നിരുന്ന് പറഞ്ഞുകൊണ്ട് പോണു. അത് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്കറിയാമായിരുന്നു. അതല്ല എൻ്റെ ശുശ്രൂഷ. അതുകൊണ്ട് നിങ്ങൾ നിർത്തരുത്, എന്ത് കാരണവശാലും നിർത്തിക്കളയരുത്. മറ്റവർ പറയാത്ത ശുശ്രൂഷയാണ് നിങ്ങൾ പറയുന്നത്. ആ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് ഇതുവരെ അത്രയും മനസ്സിലായില്ല. നിങ്ങൾ വന്ന് അത് എടുത്തു പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർത്തിപ്പോകരുത്. കൊറോണ വന്നതുകൊണ്ട് റീസൺ പറഞ്ഞിട്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യരുത്. നിങ്ങൾ പോകണം, എല്ലാം ലോകത്തിൽ എവിടെ വിളിച്ചാലും പോകണം, നിങ്ങൾക്ക് പറ്റുള്ളൂ ഇതൊക്കെ വിളിച്ച് പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവായ ദൈവത്തിന് പുത്രനെ ഏൽപ്പിച്ച് കൊടുത്തപ്പോൾ അത് ജനത്തിന് ഏൽപ്പിച്ചപ്പോൾ ജനം അത് ഗ്രഹിച്ച് തീരുന്നപ്പോൾ അവർ അതിനെ നേരെ കൊണ്ടുപോകാൻ വേണ്ടി അത്രേ ഇത്രയും ഞാൻ പിതാവായ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത്. ദാറ്റ് ഓൾ ഓഫ് ദം മേ ബി വൺ, ഇവരെല്ലാം ഒന്നാവാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ, പിതാവായ ദൈവം പുത്രനായ ദൈവം നമ്മളെല്ലാം കൂടെ ദൈവത്തിൽ ഒന്നാകാൻ വേണ്ടി അത്രേ ഞാനിതെല്ലാം പ്രാർത്ഥിച്ചത്. അതൊന്ന് ആലോചിച്ച് നോക്കണേ. കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെല്ലാം കർത്താവിൻ്റെ കൂടെ ചേരാൻ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ എത്തും. ഇത് കാരണമാണ് അവിടെ പോയി. അടുത്തത്, that all of them may be one. Father, just as you are in me and I am in you, may they also be in us, so that the world may believe that you have sent me. അങ്ങനെ വരുമ്പോൾ ഈ ലോകം മുഴുക്കെ മനസ്സിലാവും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിലുള്ളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇത് എന്നോടാണ് സംസാരിക്കുന്നത്, എന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ്, എന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. തിരഞ്ഞെടുക്കാൻ വേണ്ടിയല്ല, തിരഞ്ഞെടുത്തു എന്നുള്ളൊരവസ്ഥയിൽ വരത്തക്ക വിധത്തിൽ ദൈവം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഉറപ്പ് വരണം, കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ആ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞൊരു ഇന്ന് കർത്താവ് വന്നിട്ട് വാതിൽക്കൽ വന്ന് തട്ടിക്കൊണ്ട് പറയണം, നിങ്ങൾ 4 പേരെ ഞങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ പറയുകയാണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം കേട്ടോ ലൈനിൽ, നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. കർത്താവ് വന്ന് വാതിൽ തുറന്നിട്ട്
നിങ്ങളെ 4 പേരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ പോകണമെന്നാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട്? അങ്ങനെ വാതിക്കൽ മുട്ടി വിളിക്കുന്ന സമയമായിക്കഴിഞ്ഞു. ഞാൻ എന്നും പറയാനുണ്ട്, നമ്മുടെ 9 പേരും പ്രത്യേകതയാണ്. ഞാൻ എന്തിനാണ് ഈ 9 പേര് വയ്ക്കുന്നത്? ബാക്കി നമ്മുടെ കണക്ഷനിൽ ഒരുപാട് പേരുണ്ടല്ലോ, അവരെന്നും ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പാർഷ്യാലിറ്റിയാണ്. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ചെറുമക്കളും മരുമക്കളും എന്നുള്ള രീതിയിലല്ല. അന്ന് മുതൽ ഈ സംസാരിക്കുന്ന കൂട്ടത്തിലും വചനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ 9 പേര് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 9 അല്ലല്ലോ, പിന്നെയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ വിളിക്കാത്തത്? അല്ലെങ്കിൽ ഞാൻ 9 പേര്, ഞാൻ എൻ്റെ നാവെന്ന് വരുന്ന 9 പേരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇതിൽ വരുമ്പോൾ എൻ്റെ അനിയന്മാർ, സഹോദരിമാർ, എൻ്റെ അച്ഛനും അമ്മയും എല്ലാം പെടണമല്ലോ. അപ്പോൾ അവരെയൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവരൊന്നും നമ്മുടെ ഈ 9 പേരുടെ ലിസ്റ്റിൽ കൊള്ളിക്കാനേ പറ്റത്തില്ല. അവരെൻ്റെ സ്വന്തം ബ്രദേഴ്സും സിസ്റ്റേഴ്സും അമ്മയും ഒക്കെ ആണ്. ലിസ്റ്റിൽ കൊള്ളിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയണമെങ്കിൽ അതിൽ അക്സെപ്റ്റ് ചെയ്യാൻ, ഒരു വാക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. നമ്മളെ 9 പേരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോഴും ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അത് 100% നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. എന്നാൽ 99% കൊള്ളുന്നോ ഇല്ല. നിങ്ങൾ ആ കേൾക്കുന്ന സമയത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. മറ്റവരൊക്കെ ഓരോ കാര്യങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് ഉള്ള ജീവിതമാണ്. നമ്മൾ ഒരു കണ്ണിങ്ങും ചെയ്യാതെ നേരെ പോ, ഇതിൽ ചെയ്താൽ മതി. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് രുചിച്ചറിയാൻ പറ്റും. 22ാമത്തെ വാക്യം, I have given them the glory that you gave me. മലയാളം വായിച്ച, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പുത്രനായ ദൈവം പറയുന്നത്, നീ എനിക്ക് തന്ന മഹത്വം അല്ലേ? മഹത്വം, അതായത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്ത മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. I have given them the glory that you gave me. പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് കൊടുത്ത മഹത്വം, ആ മഹത്വം എന്ന് പറഞ്ഞാൽ ഫേമസ്, അറിയപ്പെടുന്നത്, ആ മഹത്വം ഞാൻ അവർക്ക് കൊടുത്ത്. ഈ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില ദൈവം വരം കൊടുത്ത്, എന്ത് വരം വേണം എന്നൊക്കെ ചോദിക്കുക. ആ വരം കിട്ടിത്തരുന്ന പിന്നെ ആ വരം വേറെ ആർക്കും കൊടുക്കാൻ ഒക്കത്തില്ല. ആ ഒരാൾക്ക് കിട്ടിത്തരുന്ന പിന്നെ അയാൾ ആ വരത്തിൽ കൂടെ പോകും. അതേ കണക്ക് അങ്ങനെ ഒരു വരം, ദ ഗ്ലോറി ദാറ്റ് യു ഗേവ് മീ, നീ ആ ഒരു ഗ്ലോറി എന്നെ ഏൽപ്പിച്ചത് ഞാനത് അവർക്ക് കൊടുത്തു. ഐ ഹാവ് ഗിവൻ ദം ദ ഗ്ലോറി ദാറ്റ് യു ഗേവ് മീ, നീ എനിക്ക് തന്ന ആ ഗ്ലോറി ഞാൻ നിങ്ങൾക്ക് തന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കിവിടെ ഉള്ളിൽ കുളിർ തോന്നുന്നു. എനിക്ക് ആ ഗ്ലോറി കിട്ടിയല്ലോ, ആ ഇമ്പോർട്ടൻസ് എനിക്ക് തന്നല്ലോ. അപ്പോൾ നിങ്ങൾക്കൊന്നും അത് ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾ ഫീലിങ്ങിലല്ല ഇരിക്കുന്നത്, നിങ്ങൾ മെക്കാനിക്കൽ ഇതിലാണ് ഇരിക്കുന്നത്. ഐ ഹാവ് ഗിവൻ ദം ദ ഗ്ലോറി ദാറ്റ് യു ഗേവ് മീ ദാറ്റ് ദേ മേ ബി വൺ ആസ് വി ആർ വൺ. എന്തിനാ ഗ്ലോറി കൊടുത്തത്? അവരും നമ്മളെ ഒന്നായതുപോലെ അവരും നമ്മുടെ കൂടെ ഒന്നാവാൻ വേണ്ടി. ഞാൻ പറയുന്ന ആളും പിടികിട്ടുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാം ദാറ്റ് ദേ മേ ബി വൺ ആസ് വി ആർ വൺ. ദാറ്റ്, ആ മലയാളം വായിച്ച ആ ഒരു സെൻറ്റൻസ്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അടുത്ത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിവാൻ. നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും ഞാൻ സ്നേഹിക്കുന്നെന്ന് ലോകം അറിയാൻ വേണ്ടി. ആ മഹത്വമാണ്, സ്നേഹം എന്നുള്ള മഹത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 23, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. I am in them, ഞാൻ അവരിൽ,
ആൻഡ് യു ഇൻ മീ, പിതാവായ ദൈവം എന്നിലും, സോ ദാറ്റ് ദേ മേ ബി ബ്രോട്ട് ടു കംപ്ലീറ്റ് യൂണിറ്റി. അങ്ങനെ വരുമ്പോൾ അതൊരു യൂണിറ്റിയിലെ ഒരു പൂർണ്ണതയിലാവാൻ വേണ്ടി. ദെൻ ദ വേൾഡ് വിൽ നോ, ആ സമയത്ത് ലോകം അറിയും, ദാറ്റ് യു സെൻഡ് മീ. ലോകം അറിയുന്നത് എങ്ങനെ? പിതാവായ ദൈവമാണ് എന്നെ വിട്ടതെന്നും, ആൻഡ് ഹാവ് ലവ്ഡ് ദം. അത് കാരണം അവർ നമ്മൾ ലോകത്തിനെ സ്നേഹിച്ചു എന്ന് അവരറിയും. ഈവൻ ആസ് യു ഹാവ് ലവ്ഡ് മീ, നീ എന്നെ സ്നേഹിച്ചതുപോലെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായതുകൊണ്ട് അവർ മുഖേന ഈ ലോകത്തിനെയും ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. അതിൻ്റെ അർത്ഥമെല്ലാം പിടികിട്ടിയ. ഇനി 24-ാമത്തെ വാക്യം, ഫാദർ ഐ വാണ്ട് ദോസ് യു ഹാവ് ഗിവൻ മീ. പിതാവായ ദൈവമേ, എനിക്ക് എന്നെ ഏൽപ്പിച്ചവരെല്ലാം എനിക്ക് വേണം. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു പറയണം, പിതാവേ എന്നെ ഏൽപ്പിച്ചവരെല്ലാം എനിക്ക് വേണം. ടു ബി വിത്ത് മീ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി. വേർ ഐ ആം, ഞാൻ എവിടെ ഉണ്ട് അവിടെയൊക്കെ അവരും എൻ്റെ കൂടെ ഉണ്ടാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് ടു സീ മൈ ഗ്ലോറി, എൻ്റെ മഹിമ കാണാൻ വേണ്ടി അവരെൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മറുപടി കൊടുക്കത്തില്ലേ? പ്രാർത്ഥിക്കുന്ന എന്താണ്? പിതാവേ നീ എൻ്റെ അടുത്ത് വിട്ട എല്ലാവരെയും എനിക്ക് വേണം, അവരെൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും രുചിച്ചറിയാനും അവർക്ക് പറ്റും. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പുത്രൻ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണല്ലോ ആൻസർ കിട്ടുന്നത്. അത് പ്രാർത്ഥിക്കാമെന്ന് വേണ്ട, ചുമ്മാ പറഞ്ഞാൽ മതി. നമ്മുടെ അടുത്ത് നമ്മുടെ പിള്ളേർ വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിരുന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ കൊടുക്കും. അതേ കണക്ക് പുത്രനായ ദൈവത്തിൻ്റെ പിള്ളേരായ നമ്മളെ പുത്രൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുമ്പോൾ പിതാവ് അത് ചെയ്യാതിരിക്കുമോ? ഗ്ലോറി യു ഹാവ് ഗിവൻ ടു മീ ബിക്കോസ് യു ലവ്ഡ് മീ, കാരണം നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്, ഈ ഭൂമി സൃഷ്ടിക്കുന്ന മുമ്പേ നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പവറും അതിൻ്റെ ശക്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഭൂമി ഉണ്ടാവുന്ന മുമ്പേ യേശു ഉണ്ട്, ആ ഉണ്ടാവുന്ന മുമ്പേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ഭൂമി ക്രിയേറ്റ് ചെയ്യുന്ന മുമ്പേ ഉണ്ട്. ഈ മരവും വീടും കായലും തോടും ഒക്കെ വരുന്ന മുമ്പ് പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. അതിന് മുമ്പേ ഇത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് നോക്കണേ, ഇതൊക്കെ എപ്പോഴേ മുൻകൂട്ടിയേ നടന്നിരുന്ന കാര്യങ്ങളാണ്. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ ഈ ലോകത്തിങ്ങനെ വാലാക്കൊല്ല രാവിലെ എഴിച്ചു, നമ്മൾ ഓരോ കാര്യം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പോകുന്നു വരുന്നു. ഇന്ന് പ്രാർത്ഥനയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് വന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത പരിപാടിയായിട്ട് പോകും. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം, നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ഇവരും പറഞ്ഞിരിക്കുന്നു. നീതിയുള്ള പിതാവ്, പിതാവായ ദൈവം നീതിമാനാണ്. ആ പിതാവ് അവിടെ പറയുന്ന അനുസരിച്ച് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ കാൽപാദം ഈ ഭൂമിയിൽ തട്ടിയിരിക്കുന്നതാണ്. നീതിമാനായ ഉള്ള ദൈവമേ, ദോ ദ വേൾഡ് ഡസ് നോട്ട് നോ യു, ഈ ഭൂമിയിലുള്ളവർക്ക് നിന്നെ അറിഞ്ഞൂടെങ്കിലും, പിതാവായ ദൈവത്തിന് അറിഞ്ഞൂടെങ്കിലും, ഐ നോ യു, എനിക്ക് നിന്നെ അറിയാം എന്ന് പുത്രനായ ദൈവം പിതാവിൻ്റെ അടുത്ത് പറയുന്നു. ആൻഡ് ദേ നോ ദാറ്റ് യു ഹാവ് സെൻഡ് മീ, എന്നിട്ട് ഈ ഭൂമിയിലുള്ളവർക്ക് അറിയാം പിതാവായ ദൈവമാണ് എന്നെ ഈ ഭൂമിയിൽ വിട്ടതെന്ന് അവർക്കറിയാം. എന്ന് വെച്ചാൽ ആർക്കറിയാം? കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ ഫോളോ ചെയ്ത് കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്കാണ് അത് അറിയുന്നത്. എന്നിട്ട് 26-ാമത്തെ വാക്യം, ഐ ഹാവ് മേഡ് യു, ഞാൻ നിന്നെ മെനഞ്ഞു, നോൺ ടു ദം, ഐ ഹാവ് മേഡ് യു നോൺ ടു ദം. 26-ാമത്തെ മലയാളം വെച്ചാൽ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ ദൈവത്തിലുള്ള വെളിപ്പെടുത്തിയിരിക്കുന്ന കണക്ക് അത് ഞാൻ ഇവരിലും വെളിപ്പെടുത്തിയിരിക്കുന്നു. ആൻഡ് വിൽ കണ്ടിന്യൂ ടു മേക്ക് യു നോൺ ഇൻ ദി ഓർഡർ ദാറ്റ് ദ ലവ് യു ഹാവ് ഫോർ മീ മേ ബി ഇൻ ദം. നീ എനിക്ക് തന്ന സ്നേഹം
അതേ സ്നേഹം ഞാൻ ഇവർക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്കുമുള്ളത്. പിതാവിൻ്റെ സ്നേഹം പുത്രന് കൊടുത്തപ്പോൾ പുത്രൻ കയ്യിൽ വച്ചിരിക്കുന്നില്ല, അത് നമുക്ക് തന്നു. അപ്പോൾ ആ സ്നേഹം ആരുടെ സ്നേഹമാണ് നമ്മളുടെ അടുത്ത് ഇരിക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളുടെ അടുത്ത് ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഐ മൈസെൽഫ് ബി ഇൻ ദം. അങ്ങനെ ആ സ്നേഹം നമ്മുടെ അടുത്ത് ഏൽപ്പിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്നേഹം എന്ന് പറയുന്ന ആരാണ്? പുത്രനായ ദൈവനാണ്. ലാസ്റ്റ് തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിച്ച ആ സ്നേഹം. അപ്പം അത്രയും ഡെപ്തായിട്ട് നമ്മളും പിതാവായ ദൈവവും പുത്രനായ ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് ഇന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 9 പേരുടെ അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചിരിക്കുന്നത് ഓൾറെഡി നമ്മളുണ്ട്. ആ സ്നേഹത്തിൽ, ആ ബ്ലെസ്സിങ്ങിൽ നമ്മൾ അകപ്പെട്ടിരിപ്പുണ്ട്. അതേ ബ്ലെസ്സിങ്ങിൽ, അതേ ഇതിൽ നമ്മുടെ അടുത്ത് ആര് വന്നാലും നമ്മൾ എങ്ങനെ സുവിശേഷം പറയുമെന്ന് പറഞ്ഞ് പേടിക്കുകയോ ഭയപ്പെടുകയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാവിൻ്റെ തുമ്പത്തിൽ തരുന്നത് നമ്മൾ സംസാരിക്കുക. വിടുതൽ അവർക്ക് നടക്കും. അവരാ വിടുതൽ നടന്നത് നമ്മുടെ ഇതെങ്ങനെ നിങ്ങളിങ്ങനെ ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ യേശുവിനെയാണ് നമ്മുടെ ദൈവം. ആ യേശുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതിലാണ് ഈ പ്രവൃത്തിയെല്ലാം നടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സുവിശേഷം പറയാം. അപ്പം നമ്മുടെ സുവിശേഷം നമ്മൾക്ക് ആ സ്നേഹവും കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ, ആ സ്നേഹം കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ജനങ്ങൾ നോക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനെ ഏൽപ്പിച്ചു. ആ പുത്രൻ ആ സ്നേഹം നമുക്ക് തന്നതാണ് നമ്മുടെ കയ്യിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ സ്നേഹം ഉണ്ടോ നമുക്ക്? അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സ്നേഹത്തിൽ കൂടെ നമ്മൾ സംസാരിച്ചു. ജസ്റ്റ് വചനത്തിൻ്റെ സ്നേഹം മാത്രമല്ല, പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം എല്ലാം നമ്മളെ ഏൽപ്പിച്ചു ഇരിക്കുന്നെന്ന് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പുത്രനായ ദൈവം സംസാരിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കേട്ട് തരുമ്പോൾ ആമേൻ പറയാൻ നമ്മുടെ നാവിൻ്റെ തുമ്പത്തിൽ വരുന്നുണ്ടോ? ആമേൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ പന്തക്കോസ്ത് ശ്ലോകത്തിൽ പറയുന്ന ആമേൻ അല്ല പറഞ്ഞു വരുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ആമേൻ. യെസ്, പിതാവിൻ്റെ സ്നേഹം പുത്രനെ ഏൽപ്പിച്ചപ്പോൾ പുത്രൻ ആ സ്നേഹം എനിക്ക് തന്നു, ഞാൻ അതുപോലത്തെ ആളായിക്കൊണ്ടിരിക്കുന്നു, ആയി എന്നു പറയത്തക്ക വിധത്തിൽ അങ്ങനത്തെ ഒരു ആമേൻ നമ്മുടെ കയ്യിലുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് മുമ്പോട്ട് ഓരോ ദിവസവും സ്റ്റെപ്പ് വയ്ക്കാം. ഓരോ ദിവസം സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇനിയുള്ള സ്റ്റെപ്പ് മുഴുവൻ സ്നേഹത്തിൻ്റെ ആയിരിക്കണം. നമ്മുടെ ഭൂമിയിലുള്ള കാണുന്ന സ്നേഹമല്ല, യേശുവിൻ്റെ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടെ വേണം നമ്മുടെ നടപ്പും പാവവും സംസാരവും രീതിയിലെല്ലാം അതുണ്ടാവണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം നമ്മുടെ 9 പേരുടെ അടുത്ത് പറയുന്നു എന്ന് ഉറപ്പിച്ച് ഞാൻ പറയാണ്. അത് ഏറ്റെടുത്തവർക്ക് ആ സ്നേഹം പൂർണ്ണതയിലാവും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയുന്നു. അപ്പോൾ ഒരു പാട്ട് പാടാം.
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിന്തയ്ക്കായി കർത്താവ് തന്ന വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യം. ഈ ഉപമ പറയുന്നത് ഞങ്ങളോട് എല്ലാവരോടും കൂടിയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കേണ്ടതിന് യജമാനൻ തന്നെ വേലക്കാരനിലാക്കുന്ന വിശ്വസിനും ബുദ്ധിമാനുമായി തിരഞ്ഞെടുക്കാരൻ ആണ്. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോടും അവിടെ ഇരുന്ന പുരുഷാരത്തോടും കൂടെ കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് പല കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പല ഉപമകളൊക്കെ പറഞ്ഞു വരുമ്പോൾ, ഒരു കാര്യം സംസാരിച്ചു വരുമ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പത്രോസ് കർത്താവിനോട് ചോദിക്കുക, ഈ ഉപമ ഞങ്ങൾക്ക് ആണോ അല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടിയാണോ? അത് കർത്താവിനോട് ചോദിക്കാനുള്ള കാരണം അറിയണമെങ്കിൽ എൻ്റെ മേൽഭാഗം വായിക്കുമ്പോഴേ അതിനെ വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. എന്നാൽ ഇതിനു മുന്നേ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഇരുന്നപ്പോൾ പറഞ്ഞായിരുന്നു, ഉപമ നിങ്ങൾക്കുള്ളതാ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതാ. പക്ഷേ കർത്താവിടെ വ്യക്തമായി ഉപമയിൽ കൂടെക്കാട്ടും കൂടുതൽ വ്യക്തമാക്കി ഈ ഭാഗം വ്യക്തമാക്കി മനസ്സിലാക്കുകയാണ്. എന്നാൽ തൻ്റെ ശിഷ്യനായ പത്രോസ് കർത്താവിനോട് ചോദിക്കുക, ഇത് ഞങ്ങൾക്ക് മാത്രമാണോ അല്ല ഈ നിൽക്കുന്ന എല്ലാവർക്കും കൂടെയാണോ? അത് എല്ലാവർക്കും കൂടെയാണോ ഞങ്ങൾക്ക് മാത്രമാണോ എന്നറിയണമെങ്കിൽ ആ ഉപമ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ വചനത്തിൻ്റെ പൊരുൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. അതിന് 35-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തു ഇവിടെ വ്യക്തമാക്കി പറയുന്നൊരു ഭാഗമാണ്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഇത് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും, ഇല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. കർത്താവ് യേശുക്രിസ്തു എന്ത് പറയണമെങ്കിലും അതിനൊരു റീസൺ ഉണ്ടാകും, അല്ലെങ്കിൽ റീസൺ ഇല്ലാണ്ട് ഒരിക്കലും പറയാൻ ഒരു സാധ്യതയുമില്ല. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിന് ഒരുങ്ങാൻ വേണ്ടിയുള്ള ഒരു അരുളപ്പാടാണ് ഈ ഒരു ഉപമയിൽ കൂടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. നിങ്ങളുടെ അരകെട്ടിയും നിങ്ങളുടെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഒരു സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് അണയാതിരിക്കണമെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളത് കരുതണം, അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധയോടെ അത് കാത്തു കൊള്ളണം. അത് കർത്താവ് ഒരു വാർണിംഗ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ അരകെട്ടിയും ഈ വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അതിൽ അത്രയും ശ്രദ്ധ വെച്ച് അതിനെ സൂക്ഷ്മയോടെ ഈ വിളക്ക് കത്തിക്കുന്നത് സൂക്ഷിക്കണം. ഈ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ വിളക്ക് കത്തിയിരിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ അര കെട്ടിയത് കൊണ്ട് മാത്രമാകുന്നില്ല, അര കെട്ടിയതിനോടൊപ്പം തന്നെ ഈ വിളക്കും കത്തിക്കൊണ്ടിരിക്കണം. കർത്താവ് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശം കർത്താവ് വ്യക്തമാക്കി മത്തായി സുവിശേഷം 5-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്കത് കാണാം. നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ വെളിച്ചം അനേകർ ഈ പ്രകാശം കാണണം. കാരണം കർത്താവ് യേശുക്രിസ്തുവും ഈ വെളിച്ചത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഈ വെളിച്ചം കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഈ വെളിച്ചം ഉണ്ടാവാനിടയായി. ഈ വെളിച്ചത്തിൽ കൂടെ നിങ്ങൾ നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയും അതിൽ കൂടെ നടക്കുന്നവരെല്ലാവരെയും കർത്താവ് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. എന്താണ്? നമ്മൾ ഈ വെളിച്ചത്തിൽ തന്നെ വസിക്കുകയും ഈ വെളിച്ചം അനേകർ കാണണം. അങ്ങനെ നമ്മളിൽ വെളിച്ചം കാണണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ വെളിച്ചം കത്തിക്കൊണ്ട് നിൽക്കണം. ഈ കത്തിക്കൊണ്ട് നിന്നാൽ മാത്രമേ കർത്താവിൻ്റെ 2-ാം വരവിൽ നമ്മൾ എടുക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ അരകെട്ടിയും ഈ വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഈ വിളക്ക് കത്തി അണയാനുള്ള സാഹചര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ആ അണയാതിരിക്കാൻ വേണ്ടി കർത്താവ് വാർണിംഗ് ആയിട്ട് നമ്മളോട് അരളി ചെയ്യുന്നതാണ്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. അത് താഴേക്ക് വായിക്കുമ്പോൾ വ്യക്തമാക്കിയ ആ പദം കർത്താവ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. 36-ാം വാക്യം വായിക്കാം. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായി ഇരിപ്പിൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യന്മാർ. അവർ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആരാണ് ഈ അരകെട്ടി കാത്തു നിൽക്കുന്നവർ? യജമാനൻ വരുമ്പോൾ, കല്യാണ സദ്യയ്ക്ക് വരുമ്പോൾ ഒരുക്കത്തോടെ അരകെട്ടി റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശുശ്രൂഷിക്കാൻ കഴിയുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തു 2-ാമത് മടങ്ങി വരുമ്പോൾ, തൻ്റെ യജമാനായ ഈ ഒരു യജമാനൻ മടങ്ങി വരുമ്പോൾ അരകെട്ടി കാത്തു നിൽക്കുന്നവന് മാത്രമേ ശുശ്രൂഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് കർത്താവിന് വേണ്ടിയായി. നമ്മൾ അരകെട്ടിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാക്കി അതിൻ്റെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ വ്യക്തമാക്കി മനസ്സിലാക്കിയാൽ റെഡിയായി നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരകെട്ടി നിൽക്കുന്ന ഒരു വ്യക്തി എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു യുദ്ധത്തിന് പോകേണ്ട ഒരു വ്യക്തിയാണെങ്കിലും എന്തിനു വേണ്ടി പോകാൻ നിൽക്കുന്ന വ്യക്തിയും ഒരു അരകെട്ടി ഉറപ്പായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിന് റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനത്തെ ഒരു റെഡിയായി നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ യജമാനൻ വരുമ്പോൾ ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വചനം വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന്. ഉടനെ വാതിൽ തുറന്നു കൊടുക്കണമെങ്കിൽ റെഡിയായിരിക്കുന്നതിന് മാത്രമേ ഉടനെ പോയി തുറന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉടനെ വാതിൽ തുറന്നു കൊടുക്കണമെങ്കിൽ അരകെട്ടി റെഡിയായി നിൽക്കുന്നവന് മാത്രമേ തുറന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് തുല്യരായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി എങ്ങനെയായിരിക്കും? ഒരു കാത്തിരിപ്പോൾ, എപ്പോൾ മടങ്ങി വന്നാലും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവ് യേശുക്രിസ്തു എപ്പോൾ വന്നാലും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ ഒരുക്കത്തോടിരിക്കുന്ന ഒരു വ്യക്തി. കർത്താവ് ഈ ഉപമ ശിഷ്യന്മാരോട് പറയുമ്പോഴും പുരുഷാരവും അവിടെ നിൽപ്പുണ്ട്. നമ്മൾ ആ വചനം വായിച്ച് തുടങ്ങുമ്പോൾ ഭാഗം നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാം. ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു ഭാഗമാണ്. കർത്താവ് യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ തന്നെ യജമാനൻ കല്യാണത്തിന് വരുമ്പോൾ, കല്യാണം കഴിഞ്ഞ് വരുമ്പോഴോ ഏത് സാഹചര്യത്തിൽ വരുമ്പോഴും ഒരുക്കത്തോടെ റെഡിയായി അരകെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, ഈ കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ശിഷ്യൻ, ഈ ദാസനായ പോലെ ആ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വ്യക്തമാക്കി കർത്താവ് പറയുന്നത്, യജമാനൻ കല്യാണത്തിന് പോയി വന്ന മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. അപ്പോൾ നിങ്ങൾ തുല്യരായിരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും, എന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ അല്ല ഞാൻ ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇതിനു വേണ്ടി റെഡിയായിരിക്കുന്നവരെ കൂട്ടത്തിൽ നിങ്ങളും അതേപോലെ തുല്യരായിരിക്കണം. എന്തിനു വേണ്ടി? കാത്തിരിക്കുന്നവരായി. എങ്ങനെ കാത്തിരിക്കണം? അരകെട്ടി കാത്തിരിക്കണം. അരകെട്ടി വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ളവരെയാണ് കർത്താവിന് താല്പര്യമുള്ളത്. ഇങ്ങനെ ഒരുക്കത്തോടിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ എപ്പോൾ വന്നാലും കാത്തിരിക്കുന്നവരായി ആ ഒരുക്കത്തോടിരിക്കുന്നവർക്ക് മാത്രമേ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ 37 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യജമാനൻ വരുന്നേരം ഉണർന്നിരുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഈ ഉണർന്നിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അല്ലാതെ ഭൂമിയിൽ നമുക്ക് എന്ത് നന്മ കിട്ടി, ഇത് കിട്ടി, എന്ത് സന്തോഷം കിട്ടി എന്ന് പറയുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ കർത്താവ് ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നവരുടെ ലിസ്റ്റിൽ എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടുവാനിരിക്കുന്ന റെഡിയായി നിൽക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമ്മൾ മനുഷ്യരുടെ മുന്നിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ഭാഗ്യം ചെയ്തവനാണല്ലോ എന്നെല്ലാം പറയുന്ന കൂട്ടത്തിൽ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അതിനുവേണ്ടി ഒരുക്കത്തോടെ കാത്തു നിൽക്കുന്ന, അരകെട്ടി നിൽക്കുന്ന, ഉണർന്നിരിക്കുന്നവരും മാത്രമാണ് ഭാഗ്യവാന്മാർ. അപ്പോൾ കർത്താവ് ഈ വചനത്തിൽ കൂടെ വ്യക്തമാക്കി പറയും, നിങ്ങൾ എങ്ങനെയായിരിക്കും, ഞാൻ എൻ്റെ കണ്ണിൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവർ മാത്രമേ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ഭൂമിയിൽ നിങ്ങൾ എന്ത് കിട്ടി, എന്ത് നേടിയെന്ന് പറയണമെങ്കിൽ കർത്താവിൽ കൂടെ മാത്രമേ ഇതെല്ലാം സാധ്യമാകുകയുള്ളൂ. എങ്കിലും ഈ ഭാഗ്യവാന്മാരെന്ന് വിളിക്കാൻ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്നണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിനെ കുറിച്ച് കൊള്ളാവുന്നവരാകണമെങ്കിൽ കർത്താവിനായി കാത്തിരിക്കുന്നവരായിരിക്കണം, കർത്താവിനായി അരകെട്ടി കാത്തിരിക്കുന്നവരായിരിക്കണം, കർത്താവിനായി വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം. അങ്ങനെ നിൽക്കുന്നവർ ഉണർന്നിരിക്കുന്നവരായിരിക്കും. അങ്ങനെ ഉണർന്നിരിക്കണമെങ്കിൽ കർത്താവ് എപ്പോൾ വന്നാലും, താഴെ വായിച്ചു വരുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാം, അങ്ങനെ എങ്ങനെയായിരിക്കും അവർ 2-ാം യാമത്തിൽ വന്നാലും 3-ാം യാമത്തിൽ വന്നാലും അങ്ങനെ കണ്ടവർ എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. വ്യക്തമായി കർത്താവ് ശിഷ്യന്മാരോടും എല്ലാവരോടും പറഞ്ഞവരാണ് ഇത്രയുള്ള കർത്താവ് ഉദ്ദേശിക്കുന്നത്. എപ്പോൾ കർത്താവ് യേശുക്രിസ്തു വന്നാലും ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവർ, ഉണർന്നിരുന്ന് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ആ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് വിളിക്കുന്ന കൂട്ടത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഭാഗ്യവാന്മാരെന്ന് പറയുന്നതിനെക്കാട്ടും കർത്താവ് യേശുക്രിസ്തു നോക്കുമ്പോൾ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവരാണ് ഭാഗ്യവാന്മാർ. എപ്പോൾ കർത്താവ് യേശുക്രിസ്തു വരുമ്പോഴും അരകെട്ടി വിളക്ക് കത്തിക്കൊണ്ട് കർത്താവ് ഏൽപ്പിക്കുന്നത് പോലെ കർത്താവ് ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നതുകൊണ്ട് വിശ്വസ്തരായി, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ കാത്തിരിക്കുന്നവരായി ഉണർന്നിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. എപ്പോൾ 2-ാം മണി നേരത്ത് വന്നാലും 3-ാം മണി നേരത്ത് വന്നാലും ഒരുക്കത്തോട് ആര് റെഡിയായി നിൽക്കുന്നു അവരാണ് ഭാഗ്യവാന്മാർ. അതിൻ്റെ താഴെ വായിക്കുമ്പോൾ ഇങ്ങനെയും കൂടെ കർത്താവ് പറയുന്നു, കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കില്ല എന്നറിവിൻ. ഇതെന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഒരു വ്യക്തമായി, കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറയുന്നത് കർത്താവ് കള്ളനല്ല, പക്ഷെ ഉപമയിൽ കൂടെ കർത്താവ് അതിലൊരു സത്യം വെളിപ്പെടുത്തി തരികയാണ്. കള്ളൻ വരുമെന്ന് അറിയണമെങ്കിൽ, കള്ളൻ മറ്റന്നാൾ ഈ വീട് തുറക്കാൻ വരുമെങ്കിൽ നമ്മൾ മറ്റന്നാൾ കുറച്ച് കാവൽക്കാരെ നിർത്തി അതിനെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ നമ്മൾ നോക്കും. എന്നാൽ നമുക്കറിയത്തില്ല എന്ന് കള്ളൻ വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വതമേയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്നും ആ വീടിനെ സുരക്ഷിതമായി കാത്തുകൊള്ളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വാതിലും കുറ്റിയിട്ടോ എല്ലാ വിൻഡോയും അടച്ചോ എന്ന് വ്യക്തമാക്കി നമ്മളൊന്നുകൂടെ ഒന്ന് സൂക്ഷിക്കും.
ഇത് തന്നെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എപ്പോൾ വരുമെന്ന് നമ്മൾ അറിയുന്നില്ല. കള്ളൻ എപ്പോൾ വേണം വരാം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഒരുക്കത്തോടെ, നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ വാതിലടച്ച് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ, അതുപോലെ ആയിരിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ. കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഉണർവോടെ അല്ലെങ്കിൽ ഒരുക്കത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് എപ്പോൾ വന്നാലും ഇന്ന സമയത്ത് വരുമെന്ന് പറയാതെ എപ്പോൾ വന്നാലും ഒരുക്കത്തോടെ കാണുന്നവരെയാണ് ഭാഗ്യവാന്മാരെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാലും ആ വാഗ്ദത്തങ്ങൾ നിറവേറുന്നേ കാണും. കർത്താവിൻ്റെ വാഗ്ദത്തം ഒന്നേ ഉള്ളൂ, നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യതയിൽ നമ്മളെ കാണണം. അതാണ് വാഗ്ദത്തം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ കർത്താവിന് അവൻ്റെ കൽപ്പനയോ നിത്യജീവൻ തന്നെ. അതാണ് ആ വാഗ്ദത്തം. ഈ വാഗ്ദത്തം പ്രാപിക്കാനാണ് കർത്താവ് യേശുക്രിസ്തു നമ്മൾ കർത്താവിനോട് ചേരുവാൻ വേണ്ടി നമ്മൾ സ്നാനപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് നിത്യതയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ വാഗ്ദത്തം. ഈ വാഗ്ദത്തം പ്രാപിക്കാനാണ് നമ്മൾ കർത്താവിനോട് ചേരുവാൻ സ്നാനം എടുക്കുകയും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കത്തിലാണോ എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അരകെട്ടി ഒരുക്കത്തോടെ ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ നിത്യതയിൽ പോകാനോ, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ ഒരുക്കത്തോടെ ഇരിക്കുന്നവർക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യതയാണ്. ദൈവമക്കൾക്കുള്ള വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള വാഗ്ദത്തമല്ല. ഈ ഭൂമിയിൽ കർത്താവ് നമ്മളോട് പല വാഗ്ദത്തങ്ങളും തന്നിട്ടുണ്ട്. അത് ഭൂമിയിലുള്ള വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ആ വാഗ്ദത്തത്തിന് നിവർത്തിക്കുമെന്ന് പറഞ്ഞതിന് ഒരു വാക്കും കർത്താവ് മാറിപ്പോകുകയില്ല. ആ ഒരു വാക്കിന് മാറിപ്പോകുന്ന ഒരു വാഗ്ദത്തമല്ല കർത്താവ് തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അത് തീർച്ചയായും നിവർത്തിക്കും. എന്നാൽ കർത്താവ് ഇന്നോ നാളെയോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വാഗ്ദത്തം എന്നുകൊണ്ട് കർത്താവിനോട് ചേരുവാൻ നമ്മൾ സ്നാനമേൽക്കുകയും കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഗ്ദത്തം കർത്താവ് യേശുക്രിസ്തു എപ്പോൾ വന്നാലും ആ ഒരുക്കത്തോടെ നിൽക്കുന്നവരായി കാണാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് 2-ാം മണി നേരത്ത് വന്നാലും 3-ാം മണി നേരത്ത് വന്നാലും ഈ കള്ളൻ തുറന്നു വരുന്നത് ഏത് സമയമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കുമെന്ന് കർത്താവിനറിയാം. പക്ഷെ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. ഏത് സമയത്ത് വന്നാലും ഒരുക്കമുള്ളവരായിരിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ എങ്ങനെയായിരിക്കണം കർത്താവ് വ്യക്തമാക്കി വചനത്തിൽ കൂടെ നമ്മളെ മനസ്സിലാക്കി തന്നത്. അരകെട്ടി എപ്പോഴും റെഡിയായിരിക്കുന്നവരായിരിക്കണം. അല്ലാതെ നമ്മൾ നാളെ വരുമെന്ന് നാളത്തേക്ക് വേണ്ടി മാത്രമായി റെഡിയായിരിക്കുന്ന ഒരു വ്യക്തി അല്ല. വചനം കേൾക്കുമ്പോൾ വീഴുന്ന വിത്തുകൾ ആ കറക്റ്റായിട്ട് ചെന്ന് വീഴുന്ന മുള്ളിനിടയിൽ വീഴുന്നവരെ കണക്ക് ആകാതെ നല്ല നിലത്ത് വീണിട്ട് അത് ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരായി നമ്മളെ തന്നെ തീർക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് വന്നാൽ നമ്മൾ എടുക്കപ്പെടണം, നാളെ വന്നാൽ നമ്മൾ എടുക്കപ്പെടണം. എന്നും ഉണർവോടെ അല്ലെങ്കിൽ ഉണർന്നിരുന്ന് കർത്താവ് എപ്പോൾ വന്നാലും വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നവരായി, ആ 10 കന്യകമാരിൽ 5 പേരെ പോലെ എപ്പോൾ കർത്താവ് വന്നാലും വിളക്കിൽ എണ്ണയുള്ളവരായി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നവരായി തന്നെ കാത്തിരിക്കണം. ആ കർത്താവ് വ്യക്തമാക്കിയ ആ വാക്യത്തിൽ ഇങ്ങനെ പറയാം, നിങ്ങളോ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കർത്താവ് ഒരു വാണിംഗ് ആയിട്ട് നമ്മളോട് പറയാം, ഈ വിളക്ക് കത്തി അണയാതിരിക്കണമെങ്കിൽ നമ്മൾ അത് സൂക്ഷിച്ച് ഒരു കള്ളൻ കടന്നു വരുമ്പോൾ എങ്ങനെ നമ്മൾ ഒരുക്കത്തോടെ കാത്തിരിക്കുന്നു, ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയത്തില്ല. എങ്ങനെയാണെങ്കിൽ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് അണയാതെ അരകെട്ടി ഒരുക്കത്തോടെ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ കർത്താവ് എപ്പോൾ വന്നാലും നമ്മൾ എടുക്കപ്പെടാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവ് വന്നാലും നമ്മൾ ഒരുക്കത്തോടെ നമ്മൾ 9 പേരും കാണണം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഉള്ള വാഗ്ദത്തങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ തീർച്ചയായും നടക്കും. അതിനെക്കാട്ടും പ്രാധാന്യം കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കർത്താവ് എവിടെ പോയാലും സംസാരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ആ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ 12 പേരെയും തിരഞ്ഞെടുത്തപ്പോഴും കർത്താവിന് ഇത് തന്നെ ശിഷ്യന്മാരോടും തൻ്റെ പുരുഷാരത്തോടും പറയാനുള്ളത്. ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിനായി നമ്മൾ എല്ലാവരും മാനസാന്തരപ്പെട്ട് ഒരുക്കമുള്ളവരായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും കർത്താവ് പിതാവായ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത് ഒരുക്കത്തുള്ളവരെ ചേർക്കാൻ, അല്ലെങ്കിൽ അരകെട്ടി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ. യജമാനൻ വരുമ്പോൾ ആര് ഒരുങ്ങിയിരിക്കുന്നു, ശുശ്രൂഷ ചെയ്യാൻ കാത്തിരിക്കുന്നു, അവരെ ചേർക്കുവാൻ വേണ്ടി മാത്രമാണ് കർത്താവ് യേശുക്രിസ്തു വരുന്നത്. ആ വരവിന് നമ്മളെല്ലാം എടുക്കപ്പെടണം. ആ ഒരു നിശ്ചിത ബോധത്തോടെയാണ് കർത്താവ് ശിഷ്യന്മാരോടും താൻ എല്ലാവരോടും പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നനയ്ക്കാത്ത നാരയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുകയും എന്ന് കർത്താവ് ഒരു വാക്തത്വം തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ അവിടെ ഉള്ള എല്ലാവരോടും പറയുന്നത്. നനയ്ക്കാത്ത നാഴികയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാത്ത സമയത്ത് കർത്താവ് കടന്നു വരും. ആ സമയത്ത് ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയേ. എന്നാൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനൊരു ഭാഗം കാണാം. കർത്താവേ, ഈ ഉപമ പറഞ്ഞത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞത്. ആ സമയത്ത് കർത്താവ് ഉപമകളായി പല പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഉപമകൾ മാത്രമായിട്ടാണ് കർത്താവ് പറയുകയും പിന്നത്തേതിൽ അവസാന കാലഘട്ടങ്ങളിൽ മാത്രമാണ് കർത്താവ് സദൃശമായി വ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുമ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം പറയാൻ, അനേകരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, വിളിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരുമുണ്ട്.
വിളിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉണ്ടെങ്കിൽ എന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിലേക്ക് നമ്മൾ ആകി വരണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഒരുക്കമുള്ളവർ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിലേക്ക് വരികയുള്ളൂ. താൻ ശിഷ്യന്മാരോടും ഇത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാകുന്നില്ല, ഞാൻ വിളിച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല, എന്നാൽ രണ്ടാമത്തെ വരവിൽ ആരെല്ലാം ഒരുങ്ങിയിരിക്കുന്നോ അവർക്കൊക്കെ മാത്രമേ ആ തിരഞ്ഞെടുപ്പിൽ വരാൻ സാധിക്കുകയുള്ളൂ. കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. എപ്പോൾ കർത്താവ് യേശു ക്രിസ്തു വരുമ്പോഴും കർത്താവിൻ്റെ വാഗ്ദത്തം നമ്മളെല്ലാവരും നിത്യതയിലെത്താനാണ്. നമ്മൾ കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയും കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ഒന്ന് മാത്രമാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. താൻ എപ്പോൾ വന്നാലും, ആ യജമാനൻ എപ്പോൾ വന്നാലും അരകെട്ടി കാത്തിരുന്ന് ക്ഷമയോടെ കാത്തിരിക്കുന്നവർ, ക്ഷമയോട് ആ ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ നിനക്കാത്ത നാഴിയിൽ കർത്താവ് വരുമ്പോൾ ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ ആ വരവിൽ പോകാൻ സാധിക്കുകയുള്ളൂ. എപ്പോൾ വന്നാലും ആ വാഗ്ദത്തം പ്രാപിക്കാൻ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഈ ഒരുക്കത്തിലുള്ളവർക്ക് മാത്രമേ പോകാൻ. നമ്മൾ കർത്താവിൻ്റെ കൽപ്പന കേട്ട് അനുസരിച്ച് സ്നാനപ്പെട്ടു, എല്ലാം ചെയ്തു, കർത്താവ് പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരുക്കത്തോടെ നമ്മൾ എപ്പോഴും കാണാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്ന് വചനം കേട്ട് നമ്മുടെ മുള്ളുകൾ കൊണ്ടുകയോ അല്ലെങ്കിൽ പാറമേൽ വീണ് പിശാച് വന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനെ കണക്കാകാതെ, അല്ലെങ്കിൽ വഴിയരികിൽ വീണ വചനം പോലെ നമ്മൾ പറവുകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നവരെ കണക്കാകാതെ നല്ല നിലത്ത് വീണ് അത് മുളച്ച് അനേകർക്ക് ഫലം കൊടുക്കുന്നവരായി, മാനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ കായ്ക്കുന്നവരായി, എപ്പോഴും ഒരുക്കമുള്ളവരായി വിളക്ക് കത്തിക്കൊണ്ടിരിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ 35-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത്: നിങ്ങളുടെ അരക്കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നമ്മളെക്കുറിച്ച് ഈ ഭൂമിയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെ നമ്മളെപ്പോഴും അരക്കെട്ടി റെഡിയായി നിൽക്കുന്നവരായും വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം. വിളക്ക് കത്തി കർത്താവ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് വെളിച്ചമായിട്ടാണ്. അനേകർക്ക് പ്രകാശിതരമായി ആക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരുക്കത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ഉണർന്നിരുന്ന് കർത്താവിൻ്റെ വരവിനായി ഒരുക്കത്തോടെ ഏത് സമയം കർത്താവ് വന്നാലും നമ്മൾ എടുക്കപ്പെടുവാൻ, നമ്മൾ ഈ ശനിയാഴ്ചകൾ മാത്രം വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ കണക്കാകാതെ ഏത് സമയം കർത്താവ് വന്നാൽ നമ്മൾ എടുക്കപ്പെടുന്നവരായി ഒരുക്കത്തോടെ നമ്മളെ കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Now I have 2 more exams, that is computer and Malayalam. Please keep in your prayers. Amazing love that welcomes me, the kindness of mercy that bought with blood, wholeheartedly, my soul undeserving. God, you're so good. Oh God, you're so good. God, you're so good. You're so good to me.
suffering. Lord, I will remember what Calvary has bought for me, both now and forever. Michelle, prayer. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം
എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ സമ്പത്തും എന്റെ വിദ്യയും നീ എനിക്കു തന്നതൊക്കെയും. എന്റെ സമ്പത്തും എന്റെ വിദ്യയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. You have to get ready for a song. After last, you have to get ready for a song. If they sing, they can sing. Your song. You know this one.
Good. Praise the Lord. Tomorrow my final exam is going to start tomorrow onwards. So tomorrow is my social exam and day after tomorrow is my MEP exam. So please pray for that. Amen. Michelle. People hurting, people broken, being down and feeling hopeless. When the end's gone, all seems right. Go and speak up for the captain. Show some love and heal past that. Find the ones we think never know why. Because we will be a people on our skin. As one before the king, let's be ready. All the ones are changing. One of them is ready. Strong ones are so bright. Oh, and we pray. There's the ones are shaking. At the sound of praising. Nothing in the city. Oh, and we pray. Oh, when we pray. Oh, I see the light rising. As they hold on the horizon, as generations stepping out of faith. Because we will be a people on our knees, as one before the King, to be waiting. On the ones that changing, what is it that praying? Oh, that's my prayer. Oh, and we pray. For the ones that shaking, and the sound of praising. Nothing is the same. Oh, and we pray. When we pray. Amen. Praise God. I thank and praise God for giving me yet another wonderful opportunity to stand here and to testify God's name. God was so good to the family throughout this period, kept us safe and sound, and I like to thank God for that. Now our revision classes are going on, and teachers are training us for the pre-board exam that's going to come on March 14th. So a lot of revision classes are going on, but not all the revision is going well because most of the teachers are concentrating on the students that go to school and not for the online class students. So there are some difficulties in the revision in the classes. So please pray for all the revisions that go so that it will go well. My pre-board exams are going to start on March 14th and my board exams are going to start on May 6th. So please keep me in prayers regarding that so that I may be able to study more efficiently and in a more systematic manner. Thank you. Amen. God bless you.